ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഇതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ജേണലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സ് എപ്പോഴും അത്യാവശ്യമാണല്ലോ. അപ്പൊ ഇന്നത്തെ പരിപാടി നമുക്ക് ഇതേപോലെ വിൻറ്റേജ് ആയിട്ടും എസ്തറ്റിക് ആയിട്ടും ഒക്കെ എങ്ങനെയാണ് നമുക്ക് സ്റ്റിക്കേഴ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് നോക്കാം. നമുക്ക് എപ്പോഴും കളർ തീമിലൊക്കെ ചെയ്യാൻ തോന്നലുണ്ടല്ലോ. ഇപ്പം ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ഗ്രീന്, പർപ്പിള്, പിങ്ക്, ബ്ലൂ അങ്ങനെ നമുക്ക് ഓരോ കളർ തീമിലും കൂടിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യാം. പിൻട്രസ്റ്റിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എസ്തറ്റിക്കോ വിൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എസ്തറ്റിക് സ്റ്റിക്കേഴ്സ് പ്രിന്റബിൾ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് കുറേ സ്റ്റിക്കേഴ്സ് കിട്ടും. നല്ല ക്ലിയർ ഉള്ള സ്റ്റിക്കേഴ്സ് നോക്കിയിട്ട്, അതായത് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത് നോക്കിയിട്ട് വേണം ഫോട്ടോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ കുറേ ഫോട്ടോസ് ഇതിൽ കാണാൻ പറ്റൂ കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യാന്ന് നോക്കാം. അപ്പൊ നമുക്ക് വേണ്ട ഫോട്ടോസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിന് മേലായിട്ട് 3 ഡോട്ട്സ് ഉണ്ടാവും. അപ്പൊ ആ ഒരു 3 ഡോട്ട്സും കൂടി നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ കാണുമല്ലോ. അപ്പൊ അതിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ ഫോട്ടോ നേരെ ഡൗൺലോഡ് ആയിട്ട് നമ്മളെ ഗാലറിയിൽ വരും. അപ്പൊ അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ ഫോട്ടോസ് ഒക്കെ നമുക്ക് A4 സൈസൊക്കെ ആക്കിയിട്ട് ഒന്ന് മാറ്റണം. അപ്പൊ അതിന് എല്ലാവർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഷോട്ട് ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇൻഷോട്ടിൽ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഇതേപോലെ സൈസ് സെലക്ട് ചെയ്യണം. A4 സൈസ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ ഒരു 9:16 എന്നുള്ള ഈ ഒരു സൈസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിലൊരു പിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അടിയിൽ കാണാമല്ലോ. അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ഫോട്ടോസ് നമുക്ക് വേണ്ടതൊന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഗാലറി പോയിട്ട് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇതിൽ ഇതേപോലെ വേണ്ട സൈസിനാക്കിയിട്ടൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാം ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് സൈസിനാണോ വേണ്ടത് ആ ഒരു സൈസിനാക്കിയിട്ട് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഇതിന്റെ മുന്നൊക്കെ നമ്മൾ ക്യാൻവയിലാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ കുറേ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. ഇപ്പൊ നമ്മൾ ഫുൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഡൗൺലോഡ് ചെയ്ത് ഇനിയിപ്പോൾ അത് പ്രിന്റ് എടുക്കാൻ പോയി. നമ്മൾ സാധാ ഷോപ്പിൽ പ്രിന്റ് എടുക്കും, സ്റ്റിക്കർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ പ്രസ് പോലെയുള്ള പ്രിന്റ് ഒക്കെ എടുക്കണം അങ്ങനത്തെ ഷോപ്പിൽ പോയിട്ട് പ്രിന്റ് എടുക്കുക. അങ്ങനെ പ്രിന്റ് ഒക്കെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നല്ല ക്ലിയറിലുള്ള ഫോട്ടോസ് വേണം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ A4 സൈസിലാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പൊ 3 മന്ത് മുന്നേ ഞാൻ ഇങ്ങനെ A4 സൈസിൽ പ്രിന്റ് എടുത്തപ്പോൾ 15 രൂപയ്ക്ക് ആയിട്ടുള്ളൂ. ഇപ്പം പ്രിന്റ് എടുത്തപ്പം 20 രൂപ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 20 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരു 100 സ്റ്റിക്കേഴ്സ് എങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഓരോ പിക്ചേഴ്സും ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കലാണ്. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് ഭാഗം കൂടി കുറച്ച് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ആ ഒരു ഷേപ്പിലാക്കിയിട്ട് മെല്ലെ കട്ട് ചെയ്യുക. ഇതൊക്കെ ഞാനിപ്പോൾ സ്പീഡ് കൂട്ടി കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് കുറേ ടൈമൊക്കെ എടുത്തിട്ട് നല്ലപോലെ ആക്കിയിട്ടൊക്കെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇതിപ്പോ നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചിട്ട് അപ്പൊ കട്ട് ചെയ്താലും മതിയല്ലോ. നമുക്ക് സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാൻ മതി. ഇത് ഒന്നായിട്ടൊരു ദിവസം കട്ട് ചെയ്ത് ഇരിക്കുമ്പോൾ നമുക്കിത് കുറച്ച് ടഫുള്ള പണിയൊക്കെ ആയിട്ട് തോന്നും. അപ്പൊ ഇങ്ങനെ ഇനി നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. നമ്മളിപ്പോ ജേണൽ സപ്ലൈസ് ഒക്കെ വാങ്ങല്ലോ, ഒരുപാട് ക്യാഷ് ഒക്കെ കൊടുത്ത് പാറ്റേൺ പേപ്പേഴ്സ് ആയാലും വാഷി ടാപ്പ് ആയാലും ഒക്കെ അതൊക്കെ നമുക്ക് ഇതേപോലെ പ്രിന്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു 20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 3-4 പേജൊക്കെ ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിന്റെ മുന്നേയും സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ടേനി. അന്ന് കുറേ നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ടേനി. പക്ഷെ കുറെ ആൾക്കാർക്കൊന്നും ആ ക്യാൻവയിൽ അങ്ങോട്ട് എഡിറ്റ് ചെയ്യുന്നത് അത്രണ്ട് മനസ്സിലായിട്ടില്ല എന്ന് കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടേനി. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ ഇൻഷോട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാന്നുള്ളതൊന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ അന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് A3 സൈസിലേനി. A3 പറയുമ്പോൾ ഈ ഒരു A4 ഡബിൾ ഉണ്ടാവും. അതിന് പ്രൈസ് ആയിട്ടുണ്ടായിരുന്നത് 40 രൂപേനി. അപ്പൊ നമുക്കൊന്ന് ആലോചിക്കാമല്ലോ, ഇപ്പൊ ഉണ്ടാക്കിയതിനെക്കാട്ടി ഡബിളിന്റെ ഡബിൾ നമുക്ക് സ്റ്റിക്കേഴ്സ് അതിലുണ്ടാക്കാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക ഈ ഒരു A4 സൈസിലായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റും.
പിന്നെ സ്റ്റിക്കറിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഉണ്ടാക്കുന്നതിന്റെ എണ്ണം കുറയും എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വിന്റേജ് തീമും പിന്നെ ബീച്ച് തീമും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പേപ്പറും കൂടി ഉണ്ടായിരുന്നല്ലോ. ആ ഒരു പേപ്പറിലുള്ളതൊക്കെയാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് കളർ തീമിൽ ഒരു എസ്തറ്റിക് വൈബിൽ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കിനല്ലോ. അപ്പൊ അത് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഇത് കട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒന്നും കൂടി വൈറ്റ് ഭാഗമൊക്കെ കൂട്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ കണ്ടാ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് പറയോ? നമ്മൾ സാധാരണ മേടിക്കുന്ന ആ ഒരു സ്റ്റിക്കർ പോലെ തന്നെ അല്ലേ? അതന്നെ വേണമെങ്കിൽ പറയാം, അതേപോലെ അല്ല. അപ്പൊ ഇതേപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോ കളർ തീമിലുള്ള സ്റ്റിക്കേഴ്സും ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ. ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുന്ന ഐഡിയ നമുക്ക് നല്ലൊരു ബിസിനസ് ഐഡിയ കൂടിയാണ് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാ പേജിലൊക്കെ കാണലുണ്ടല്ലോ ഇതേപോലെ സ്റ്റിക്കേഴ്സൊക്കെ വിൽക്കുന്നത്. അപ്പോൾ നമുക്കും അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ മാത്രമല്ല, ഇതേപോലെ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ കൂടിയിട്ട് പറ്റും. പിന്നെ ഇപ്പം സ്റ്റിക്കർ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചല്ലോ. ഇതങ്ങനെ കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എല്ലാവർക്കും നോർമലി ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ഉള്ളൂ. ഇനി കുറച്ച് പർപ്പിൾ തീമിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. പർപ്പിൾ തീമിൽ നമ്മൾ ഇതിൻ്റെ മുന്നേ ജേണലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര തൃപ്തികരമായിട്ടില്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കുറേ ആൾക്കാർ കമൻ്റൊക്കെ ആയിട്ട് ചോദിക്കലുണ്ട് പർപ്പിൾ തീമിൽ ജേണൽ ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും പർപ്പിൾ ഇഷ്ടമാണല്ലോ. അപ്പോൾ കുറേ സ്റ്റിക്കേഴ്സ് തന്നെ പർപ്പിൾ തീമിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ചുള്ളത് ഈ ഒരു ഗ്രീൻ തീമിലുള്ള സ്റ്റിക്കേഴ്സും കൂടി കട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് കട്ട് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവക്കാഡോ കട്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രീൻ തീമിൽ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഇത്രയുമാണ് നമ്മൾ ഗ്രീൻ തീമിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരൊറ്റ ഒരു A4 സൈസ് പേപ്പറിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ഈ ഒരു കട്ടിംഗ് മാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുറേ സ്റ്റിക്കേഴ്സ് നമുക്ക് ആ ഒരു A4 ഷീറ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഈ സ്റ്റിക്കേഴ്സൊക്കെ വർക്കിംഗ് ആണോ എന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് പിങ്ക് തീമിൽ ഒരു ജേണൽ ചെയ്യാം. അപ്പം ഈ ഒരു സ്റ്റിക്കർ മെയിനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ജേണലിൻ്റെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കുറേ പിങ്ക് തീമിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഈ ഒരു ജേണലിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പിങ്ക് പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റിക്കർ എങ്ങനെ പറിക്കുന്നത് കാണാമല്ലോ. ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ തന്നെ ബാക്കത്തെ ആ ഒരു സ്റ്റിക്കർ പേപ്പർ റിമൂവ് ആയിക്കോളും. എന്നിട്ട് ഈസി ആയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ പിങ്ക് തീമിൽ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ജേണലിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കേഴ്സ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.